നമസ്കാരം കൂട്ടുകാരെ, ജോസ്മിയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മൾ പെൺകുട്ടികൾക്ക് ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ആവശ്യമുള്ളവരാണല്ലോ. സൺസ്ക്രീൻ ആയിട്ടും മോയ്സ്ചറൈസർ ആയിട്ടും ഫേസ് വാഷ് ആയിട്ടും അങ്ങനെ ഒരുപാട് നമുക്ക് സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങുന്നവരാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതിനകത്ത് നമ്മളെല്ലാവരും ഇപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നത് കൂടുതലായിട്ടും ആയുർവേദിക് ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്കായിരിക്കും നമ്മൾ പ്രാധാന്യം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കൊടുക്കുന്നത്. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് അന്വേഷിച്ചിട്ടാണ് ഞാനൊക്കെ ഇപ്പോൾ നടക്കാറുള്ളൂ കേട്ടോ. ഇപ്പം നല്ല കുറേ വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. നല്ലൊരു ഫേസ് വാഷ്. ഞാൻ കുറേ നാളായിട്ട് ഫേസ് വാഷ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ജോഡിനെ കുളിപ്പിക്കാനിരിക്കുന്ന ബേബി സോപ്പില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. കാരണം മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചാലും പ്രശ്നമില്ല. അപ്പം പിന്നെ ഞാൻ ഓർത്തു എനിക്കിങ്ങനെ ഫേസ് വാഷ് ഒരെണ്ണമായിട്ട് ഉപയോഗിക്കണം. കാരണം എൻ്റെ ഫ്രണ്ട്സിൽ കുറച്ച് പേര് പറഞ്ഞു, ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന ഈ ഒരു ബ്രാൻഡ് നല്ല ബ്രാൻഡാണ്, നല്ല ഫേസ് വാഷാണ്, അവർ ഉപയോഗിച്ചിട്ട് നല്ലതായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മളൊരു ഫേസ് വാഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വാങ്ങാമല്ലോ. കാരണം ഏതായാലും ഒരു ഫേസ് വാഷ് വാങ്ങണമെന്ന് ഞാനും വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബ്രാൻഡിൽ എത്തിപ്പെട്ടത്. ഇത് സിമ്പിൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. എനിക്ക് ഇത് ഒരു പുതിയ ബ്രാൻഡാണ് കേട്ടോ. ഞാൻ സിമ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞതിന് ശേഷമാണ് സിമ്പിൾ എന്ന ബ്രാൻഡിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പോൾ അവർക്കത് ഉപയോഗിച്ചിട്ട് നല്ലതായിരുന്നു, സ്കിന്നിന് വളരെ നല്ലതായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോഴാണ് അത് കേട്ട് മറ്റുള്ള എൻ്റെ ഫ്രണ്ട്സും പറയുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു എന്നുള്ള റിവ്യൂ അവരും പറഞ്ഞപ്പോഴാണ് ഞാനിത് വാങ്ങാമെന്ന് തന്നെ തീരുമാനത്തിലെത്തിയത് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പം ഇത് ഒരു എന്താ പറയുക, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 399 രൂപ, 150 ml 399 രൂപയാണ്. എനിക്ക് അത്യാവശ്യം നല്ല വേർത്തായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് ഉപയോഗിക്കുമ്പം ഒരു ചെറിയ ഡ്രോപ്പേ നമുക്ക് ആവശ്യമുള്ളൂ. ആ ചെറിയ ഡ്രോപ്പ് കൊണ്ട് നമ്മുടെ ഫേസിൽ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഫുള്ള് കവർ ചെയ്യാൻ പാകത്തിനുണ്ട്. അല്ലാതെ നമ്മൾ ചില ഫേസ് വാഷ് ഉണ്ട് കുറേ പമ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് മാത്രമേ നമ്മുടെ ഫേസിന് പറ്റുന്ന രീതിയിലുള്ളൂ. അപ്പോൾ ഇത് വളരെ കുറച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് വാഷ് ചെയ്യാനുള്ള ആവശ്യത്തിലധികം ഉള്ളത് ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 150 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഉപയോഗിക്കാനുണ്ട്. ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇപ്പം ഇതിൻ്റെ ഇവിടം വരെ ഇത് സംഭവം എത്തിയിട്ടുള്ളൂ. ബാക്കി ഇതാ ഇത്രയും കൂടി ഉണ്ട്. കാരണം അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഇതിനകത്ത് ഇവർ പറയുന്നത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് കുറച്ച് കീ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നോ കളർ ഓർ പെർഫ്യൂം, നോ ഹാഷ് കെമിക്കൽസ് ദാറ്റ് ക്യാൻ അപ്സെറ്റ് സ്കിൻ, നോ സോപ്പ്, നോ ആൽക്കഹോൾ, നോ മിനറൽ ഓയിൽ, നോൺ ആനിമൽ ഡെലിവേർഡ്, ദെൻ സ്യൂട്ടബിൾ ഈവൻ ഫോർ സെൻസിറ്റീവ് സ്കിൻ, സ്യൂട്ടബിൾ ഫോർ വേഗൻസ്. പിന്നെന്താണ് പറയുന്നത്, സ്ട്രോങ്ങർ മോർ റെസിലിയൻറ്റ് സ്കിൻ ആഫ്റ്റർ എവറി വാഷ്, 2x വിറ്റമിൻ ഇ പ്ലസ് എന്നാണ് തോന്നുന്നു, ദെൻ പ്രോ വിറ്റമിൻ B5 ആൻഡ് പ്രോ അമിനോ ആസിഡ്സ്. ഇതൊക്കെ ഇവർ പറയുന്നു, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ അതിനകത്തുണ്ട് എന്നൊക്കെ ഉള്ളവർ പറയുന്നു. നമ്മളതൊക്കെ വിശ്വസിച്ച് നമ്മൾ വാങ്ങുന്നു എന്ന് മാത്രം. പക്ഷേ ഇതിനകത്ത് ഒരു പറയുന്നുണ്ട് കേട്ടോ, ഇതുണ്ടോ കൈൻഡ് ടു സ്കിൻ എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. വിറ്റമിൻ ഇയും വിറ്റമിൻ B5 ഒക്കെയാണ് ഇതിനകത്തുള്ളതെന്നും ഇവർ പറയുന്നുണ്ട്. ദെൻ 100% സോപ്പ് ഫ്രീ ഫോർ ഓൾ സ്കിൻ ടൈപ്സ്, നോ കളർ, നോ പെർഫ്യൂം, നോ ഹാഷ് കെമിക്കൽസ് ദാറ്റ് ക്യാൻ അപ്സെറ്റ് യുവർ സ്കിൻ എന്നുള്ളതും പറയുന്നുണ്ട്. പെറ്റ അപ്രൂവഡ് എന്നാണ് തോന്നുന്നു കൊടുത്ത്, PETA. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. പെറ്റ എന്നായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്രൂവഡ്, വേഗനാണ്, ഗ്ലോബൽ ആനിമൽ ടെസ്റ്റ് പോളിസി, സിമ്പിൾ ഡസ് നോട്ട് ടെസ്റ്റ് ഓൺ ആനിമൽസ്, സിമ്പിൾ ഡസ് നോട്ട് ടെസ്റ്റ് ഓൺ ആനിമൽസ് എന്ന് ഇവർ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ താഴെ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരിതിനകത്ത് പറയുന്നുണ്ട് സ്കിന്ന് നല്ല മോയ്സ്ചർ ആക്കും, നല്ല സ്മൂത്ത് ആക്കും, സ്കിന്നോട് വളരെ കൈൻഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അതൊക്കെ അതുപോലെ തന്നെ ഇവർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും സ്കിന്നിന് നല്ലൊരു സോഫ്റ്റായി കിട്ടുന്നുണ്ട്. എൻ്റെ സ്കിന്നിന് ഞാനിത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യം, മോയ്സ്ചറൈസിങ് കംപ്ലീറ്റ് എനിക്ക് കിട്ടുന്നില്ല. മേ ബി എൻ്റെ സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഇതിൻ്റെ ഞാൻ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സംശയം എന്നല്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സോഫ്റ്റ്നെസ് ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയ പോലെ എനിക്ക് തോന്നും. അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കഴിയുമ്പോഴത്തേക്കുമാണ് ഇത് നമുക്ക് നല്ല പോലെ അങ്ങ് സെറ്റ് ആവുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇവരും പറയുന്നുണ്ട് ഫേസ് വാഷ് കഴിഞ്ഞിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ ഇവരും പറയുന്നുണ്ട്. അത് പിന്നെ എല്ലാത്തിനും അങ്ങനെ തന്നെയാണല്ലോ, ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമല്ലോ. അപ്പോൾ ഈ ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്യുമ്പോൾ
കഴിയുമ്പോഴത്തേക്കും സ്കിന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ പോലെ ആയി. കാരണം സ്കിന്നിനെ മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ആക്കുവാണല്ലോ. അപ്പം സ്കിന്നിലൊക്കെ അതുവരെ ഉണ്ടായിരുന്ന എന്തെങ്കിലും മോയ്സ്ചറൈസിങ് കണ്ടന്റും എല്ലാം ഒക്കെ പോയി, ക്രീമുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോയി. ഞാൻ രാത്രിയിൽ സിറമൊക്കെ യൂസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അതെല്ലാം വാഷ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു നമ്മുടെ നോർമൽ സ്കിന്നിലോട്ട് അങ്ങ് എത്തി അതിനൊരു ചെറിയൊരു ഡ്രൈ കാറ്റഗറിയിലോട്ട് ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ട് ഡ്രൈയിലോട്ട് എത്തിച്ച് കഴിഞ്ഞ് പിന്നെ മോയ്സ്ചറൈസർ അങ്ങ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിലൊരു സുഖമാണ്, ഒരു ഭയങ്കര സുഖമാണ്. സ്മെല്ല് എന്ന് പറഞ്ഞാൽ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ, ഒരു സ്മെല്ലും ഇല്ല. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളറാണ്. ഇല്ല, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ശരിക്കും ഒരു വെള്ളത്തിനെ ഒരു ജെൽ രൂപത്തിലോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടോ അതാണ് ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്മെല്ലിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഒരു വിധത്തിലുള്ള സ്മെല്ല് നമുക്ക് ഇതിൽ നിന്ന് കിട്ടൂല. ഒരു വികാരമില്ലാത്ത ഒരു സ്മെല്ലാണ്, ഒരു സ്മെൽ ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. അതായത് ഒന്നുമില്ല ഈ ഒരു ഫേസ് വാഷിന്. കാരണം ഇവർ പറയുന്നുണ്ട് പെർഫ്യൂം ഒന്നും തന്നെ ഇല്ല, കളറുകളൊന്നും തന്നെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളറുമാണ്, അതുപോലെ തന്നെ സ്മെല്ലുകളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം എൻ്റെ സ്കിന്ന് വളരെ ലൈറ്റായിട്ട് ഒന്ന് ഡ്രൈ ആക്കുമെങ്കിലും മോയ്സ്ചറൈസർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു വേറെ ഒരു തരത്തിലോട്ട് നമ്മുടെ സ്കിന്നിന് മാറുന്ന പോലെയാണ്. ഒന്നും കൂടെ സ്മൂത്തായി, ഒന്നും കൂടെ നല്ലപോലെ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഒക്കെ നമ്മുടെ സ്കിന്നിന് കിട്ടി. എനിക്കിഷ്ടമാണ് ഇത്. ഈ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എൻ്റെ സ്കിന്നിന് പിന്നെ എനിക്ക് ഡ്രൈ ആവാറുമില്ല, ഒരു പ്രശ്നങ്ങളും എനിക്ക് വരാറുമില്ല. അതുകൊണ്ട് കാരണം ചില ഫേസ് വാഷുകൾ ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്യുന്ന ഫേസ് വാഷുകൾ യൂസ് ചെയ്യുമ്പോൾ ചിലത് ഉപയോഗിക്കാൻ നേരത്ത് നല്ലപോലെ ഡ്രൈ ആവും. എനിക്കത് തീരെ ഇഷ്ടമായിരുന്നില്ല. ഒന്നും കൂടെ സ്കിന്ന് ഡ്രൈ ആക്കി കളയും ചിലത് യൂസ് ചെയ്യുമ്പോൾ. എന്നാൽ ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഇവരെല്ലാ സ്കിന്നുകാർക്കും ഒരുപോലെ സ്യൂട്ടബിൾ ആണ് പറയുന്നത് കറക്റ്റ് തന്നെയാണ്. എല്ലാ സ്കിന്നുകാർക്കും സ്യൂട്ടബിൾ. പിന്നെ സെൻസിറ്റീവ് സ്കിന്നിനും കൂടെ സ്യൂട്ട് ആണെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി. നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ ഈ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡോട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി കേട്ടോ. പക്ഷേ എൻ്റെ ഒരു ഡ്രൈ സ്കിന്നുകാരി എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലപോലെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞു, കഴുകുന്ന സമയത്ത് ഒരു ചെറിയ ലൈറ്റായിട്ട് വളരെ മൈന്യൂട്ടായിട്ട് ഡ്രൈനസ് വരുന്നുണ്ടെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് പക്കെ അങ്ങോട്ടേക്ക് ആകുകയും ചെയ്യും. മാത്രമല്ല വേറെ പിമ്പിൾസ് വരുമോ ഒന്നുമില്ല. സ്കിന്ന് നല്ലപോലെ ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നുമുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ സ്കിന്നിന് വന്നിട്ടുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഈ ഒരു 150 ml ഒരു 399 കൊടുത്താലും ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നില്ല. കാരണം വളരെ ചെറിയ ഡ്രോപ്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ നമ്മുടെ ഫേസ് വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു അടിപൊളി വീഡിയോ ആയിരുന്നു. ടാറ്റാ, ബൈ ബൈ.